നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 11 ദിവസവും ഷാരോൺ ആശുപത്രി കിടക്കയിൽ കഴിഞ്ഞത് നരകവേദന അനുഭവിച്ചാണ്. ഗ്രീഷ്മ നൽകിയ കൊടും വിഷമായ പാരാക്വിറ്റ് എന്ന കളനാശിനി ഷാരോണിന്റെ ആന്തരികാവയവങ്ങളെല്ലാം തകർത്തിരുന്നു. കുടൽ അടക്കം അഴുകിപ്പോയിരുന്നു. 11 ദിവസം ഒരു തുള്ളി വെള്ളം ഇറക്കാനാകാതെ മരണത്തോട് മല്ലിട്ടു. ലൈംഗികാവയവത്തിൽ വരെ കഠിന വേദനയായിരുന്നു എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അവസാന നിമിഷമായപ്പോഴേക്കും ഷാരോൺ തന്റെ പപ്പ ജയരാജിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. കേസിലെ 92 സാക്ഷിയായിരുന്നു ജയരാജ്. ഇനി മരണത്തിന് കീഴടങ്ങിയേ തീരുവെന്ന് ആ 22കാരൻ അപ്പോഴേക്കും മനസ്സിലാക്കിയിരുന്നു. കാരണം ശ്വാസകോശം ചുരുങ്ങി ഓക്സിജൻ കയറാത്ത അവസ്ഥയിലായിരുന്നു ഷാരോൺ. എല്ലാം മറച്ചുവെച്ചതിലും തെറ്റുപറ്റി പോയതിലുമായിരുന്നു സ്വന്തം പപ്പയുടെ ഷാരോൺ മാപ്പ് ചോദിച്ചത്. ഷാരോണിനെ വേദന അനുഭവിച്ച് ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്താനുള്ള സ്ലോ പോയിസണിംഗ് തന്നെയാണ് ഗ്രീഷ്മ ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയത്. ചുണ്ടു മുതൽ മലദ്വാരം വരെ വെന്തുരുക്കി. കറുത്ത നിറത്തിലാണ് മലം പൊയ്ക്കൊണ്ടിരുന്നത്. രക്തം തുപ്പിക്കൊണ്ടേയിരുന്നു. ലൈംഗികാവയവത്തിലൂടെ പോലും രക്തം വന്നുകൊണ്ടിരുന്നു. ശരിക്കും പൈശാചികം തന്നെയായിരുന്നു കൊലപാതകം. ഷാരോൺ വല്ലാത്ത പ്രണയത്തിന് അടിമയായിരുന്നു. ഗ്രീഷ്മയെ വാവ എന്നാണ് വിളിച്ചിരുന്നത്. അത്രയ്ക്കുണ്ടായിരുന്നു ഇയാൾക്ക് ഗ്രീഷ്മയോടുള്ള ഇഷ്ടം. പക്ഷെ ഗ്രീഷ്മയ്ക്കാകട്ടെ ചെകുത്താന്റെ മനസ്സും. കഴിഞ്ഞ ദിവസത്തോടെ ഗ്രീഷ്മയുടെ ജയിൽവാസത്തിന്റെ 2ാം എപ്പിസോഡിന് തുടക്കമാവുകയായിരുന്നു. അടുത്ത കാലത്ത് വരെ വിചാരണ തടവുകാരിയെ കഴിഞ്ഞ ഗ്രീഷ്മ ഇന്നലെ മുതൽ ഷാരോണിനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന തടവുകാരിയാണ്. അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് ഗ്രീഷ്മയുടെ വാസം. റിമാൻഡ് കാലാവധിയിലെ താമസം കൊണ്ട് തന്നെ ഗ്രീഷ്മയ്ക്ക് ജയിൽവാസം പുത്തരിയല്ല. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മ 2025 ആദ്യ വനിതാ തടവുകാരിയാണ്. അതുകൊണ്ട് അവർക്ക് ജയിലിൽ ലഭിച്ചതും 1ാം നമ്പറാണ്. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ 14ാം ബ്ലോക്കിൽ മറ്റ് 2 റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ് ഗ്രീഷ്മയെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെ ജയിലിലെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. യാതൊരു കൂസലുമില്ലാതെയാണ് ഗ്രീഷ്മയുടെ ജയിൽവാസം. വിചാരണ കാലത്തും ഗ്രീഷ്മ ഇതേ ജയിലിൽ തന്നെയായിരുന്നു. എന്നാൽ സഹതടവുകാരികളുടെ പരാതി തുടർന്ന് 2025 സെപ്റ്റംബറിൽ മാവേലിക്കര വനിതാ സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റി. വധശിക്ഷാ വിധിയുമായി വീണ്ടും അട്ടക്കുളങ്ങരയിലേക്ക് ഗ്രീഷ്മ എത്തിയിരിക്കുകയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും ശിക്ഷ നടപ്പാക്കാൻ സാധ്യത കുറവാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മേൽക്കോടതിയിൽ നിന്നും ശിക്ഷാ ഇളവും ലഭിക്കുമെന്ന പ്രതീക്ഷ ഗ്രീഷ്മയ്ക്കുണ്ട്. ഒക്ടോബർ 14 കേരളത്തിൽ ഞെട്ടിച്ച കൊലപാതകം നടന്നത്. തമിഴ്നാട് പളുകളിലുള്ള വീട്ടിൽ വെച്ച് സുഹൃത്തായിരുന്ന ഷാരോണിന് കഷായത്തിൽ വിഷം കലക്കി നൽകുകയായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യം നേരിട്ടതോടെ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദിവസങ്ങളോളം ജീവന് വേണ്ടി പൊരുതിയ ഷാരോൺ ഒടുവിൽ ഒക്ടോബർ 25 മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വിഷം നൽകി കൊലപ്പെടുത്താനായി ഗ്രീഷ്മ ഗവേഷണം നടത്തിയെന്നും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മയ്ക്ക് കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നുവെന്നുമാണ് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധിയിൽ കോടതി വ്യക്തമാക്കുന്നത്. ഇതിനുള്ള ആദ്യ ശ്രമമായിരുന്നു പാരസെറ്റമോൾ ജ്യൂസിൽ കലക്കി നൽകിയത്. അളവിൽ കൂടുതൽ ഗുളിക ജ്യൂസിൽ കലക്കിയാൽ മരണം സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ 23 പ്രാവശ്യം മൊബൈലിൽ ഗ്രീഷ്മ സെർച്ച് ചെയ്തുവെന്നും ആദ്യ വധശ്രമം പരാജയപ്പെട്ടപ്പോൾ ഇതേ രീതി വീണ്ടും പരീക്ഷിച്ചുവെന്നും കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയെന്നും വിധി പകർപ്പിൽ പറയുന്നുണ്ട്. ആദ്യ ഭർത്താവ് മരിക്കുമെന്ന തന്റെ ജാതകദോഷം മാറുന്നതിന് ഷാരോണിനെ രഹസ്യമായി വിവാഹം ചെയ്ത് ഗ്രീഷ്മ കൊലപ്പെടുത്തിയെന്നാണ് കുടുംബം പോലീസിന് മൊഴി നൽകിയെങ്കിലും ഇക്കാര്യം പോലീസ് വിശ്വസിച്ചില്ല. പകരം മറ്റൊരു വിവാഹം കഴിക്കാനും കാമുകനെ ഒഴിവാക്കാനും ഗ്രീഷ്മ നടത്തിയ ശ്രമം എന്ന നിലയിലേക്കാണ് പോലീസ് എത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.